ചിലരിൽ ആ പീരീഡ്സിൻ്റെ ആദ്യ ദിവസം മാത്രമായിരിക്കാം, ചിലരിൽ അതിന് ഒന്നോ രണ്ടോ ദിവസം ശേഷവും പെയിൻ നിലനിൽക്കാം. ഭയങ്കരമായിട്ടുള്ള വയറുവേദന, കാലുകഴപ്പ്, ഛർദ്ദിക്കാൻ വരുന്നൊരു ബുദ്ധിമുട്ട്, ക്ഷീണം, ദേഷ്യം, ഇങ്ങനെ പല ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. നമസ്കാരം, ആയുർദാൻ ആയുർവേദയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ നിസ്സാരമായി കാണരുത്. അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിയൊരുക്കിയേക്കാം. മിക്ക കുട്ടികളിലും, അതായത് ഇത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ്, സ്ട്രെസ്സും ആങ്സൈറ്റിയുടെയും കാരണം കൊണ്ടും ഒക്കെ തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. പലരിലും ഇത് ഏറ്റക്കുറിച്ചിലുണ്ട്. അതായത് 5-6 ദിവസം തൊട്ടായിരിക്കും ചിലരിൽ മുന്നേ കണ്ടുവരുന്നത്. പീരീഡ്സിൻ്റെ 5-6 ദിവസം തൊട്ട് തന്നെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. ചിലരിൽ ആ പീരീഡ്സിൻ്റെ ആദ്യ ദിവസം മാത്രമായിരിക്കാം, ചിലരിൽ അതിന് ഒന്നോ രണ്ടോ ദിവസം ശേഷവും പെയിൻ നിലനിൽക്കാം. ഇതിന് കാരണം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാരണങ്ങൾ തന്നെയാണ്. അതായത് ഇവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് പെയിനോടൊപ്പം തന്നെ അടിവയറിന് വേദന ഉണ്ടാകുക, ബ്രസ്റ്റിന് ഭാരം അനുഭവപ്പെടുക, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുക, ദേഷ്യവും മൂഡ് സ്വിങ്സും ഒക്കെ നിരന്തരം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അവരിൽ തന്നെ സ്ട്രെസ്, ആങ്സൈറ്റി ഭയങ്കരമായി കൂടുന്ന സമയത്ത് അവർ ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല, ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്കിപ്പ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായി ഗ്യാസ് ഫോം ചെയ്യുകയും പിന്നീട് പീരീഡ്സിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന, കാലുകഴപ്പ്, ഛർദ്ദിക്കാൻ വരുന്നൊരു ബുദ്ധിമുട്ട്, ക്ഷീണം, ദേഷ്യം, ഇങ്ങനെ പല ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ, പലരും ഫസ്റ്റ് ഡേയിലൊക്കെ തന്നെ അവർക്ക് മെഡിസിൻ കഴിച്ചെങ്കിൽ മാത്രമേ അന്ന് ഒരു സ്കൂൾ ഡേ അല്ലെ ഡേ ടു ഡേ ലൈഫ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. അതായത് നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം തന്നെയാണ്. പിന്നെ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതായത് എരിവും പുളിയും കുറച്ച് ഭക്ഷണം കഴിക്കുക, മധുര പലഹാരങ്ങൾ, അതായത് കേക്ക്, ചോക്ലേറ്റ്, ഇതിൻ്റെ അമിത ഉപയോഗം ഉള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുക, നോൺ വെജ് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അമിത വണ്ണമുള്ളവരാണെങ്കിൽ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി ഒരുപാട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, പിന്നെ ചായ, കോഫിയൊക്കെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക. ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വ്യായാമം. ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തടയാൻ ചില വ്യായാമ ചിട്ടകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആർത്തവത്തിന് മുന്നേ തന്നെ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മരുന്നിൻ്റെ ആശ്രയം ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശം നിങ്ങൾ തേടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അവരുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചുള്ള വൈദ്യ പരിശോധനകൾ നടത്തുകയും അവർ പറയുന്ന സൊല്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇതേ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുർദാൻ ആയുർവേദയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.